ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആണെങ്കിലും കാണാനൊക്കെ കുറച്ച് നല്ല ലുക്ക്, കേക്കിന് നല്ലൊരു ലുക്ക് തോന്നിക്കുന്ന വെഡ്ഡിങ് ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ ബർത്ത്ഡേക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡെക്കറേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ഒരു 3 കളർ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനാണിത്. അപ്പോൾ നമ്മൾ ഒരു ബൗളിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് പർപ്പിൾ കളർ ഒരു 2 ഡ്രോപ്പ് പർപ്പിൾ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആഷ് കളർ വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് കേട്ടോ. ബ്ലാക്ക് ജെൽ കളർ വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തെടുത്താൽ ഈ ഒരു കളർ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് 3 വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡെക്കറേഷന്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ആഷ് കളറിലുള്ള ക്രീം പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊരു ലൈൻസ് വരുന്ന വിധത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കൈ വിറച്ചാലോ വളഞ്ഞ് പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. നമുക്കിങ്ങനെ ഒരു വള്ളി പോലെ ഇങ്ങനെ കിട്ടാനുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എത്രത്തോളം കട്ടി കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ചും കൂടെ കട്ടി കൂട്ടിയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ ഒന്ന് കട്ടി കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു കളറായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു കട്ടിയിലുണ്ടാകുമ്പോഴേ ഉള്ളൂ അതൊന്ന് പുറത്തേക്ക് എടുത്ത് കാണിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ക്രീം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്താലും കുറച്ചും കൂടെ ഒന്ന് എടുത്ത് കാണിക്കും. ഈ ഒരു ആഷ് കളർ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ചൊരു കട്ടിയിൽ ചെയ്ത് കൊടുത്താലുള്ളൂ കുറച്ചൊന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. പിന്നെ നമ്മളിതാ ചെറിയ റോസ് പെറ്റൽസ് വരയ്ക്കുന്ന നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകൾ ഭാഗം, അതായത് ആ ഒരു തിന്നായിട്ടുള്ള ഭാഗം മുകളിലേക്ക് പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വിധത്തിലുള്ള ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ കൈയിൻ്റെ ആ ഒരു ആക്ഷൻസ് കൊണ്ടാണ് കേട്ടോ ഓരോ ഫ്ലവറും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇതിങ്ങനെ പരത്തി പിടിച്ചിട്ട് കൈ ഒന്ന് ഇങ്ങനെ നേരെ പിടിക്കാതെ ഒന്ന് കൈ ചെരിച്ച് പിടിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവറിൽ മാറ്റം വരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഷാർപ്പായിട്ടുള്ള ഭാഗം മീൻസ് ആ ഒരു മെലിഞ്ഞിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അത് നേരെ കുത്തനെ പിടിച്ചിട്ടാണ്, മേലേക്ക് പിടിച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ഈ ഒരു പിടുത്തം, അതായത് ഈ ഒരു കൈ പിടിച്ചത് ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേറെ ഫ്ലവർ ആവും. പിന്നെ വേറെ ഒന്നും കൂടെ നമ്മൾ നന്നായിട്ട് ചെരിച്ച് കൊടുക്കുകയാണെങ്കിൽ വേറൊരു വിധത്തിലുള്ള ഫ്ലവർ ആവും. ഇതിങ്ങനെ നേരെ കുത്തനെ പിടിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ആഷ് കളറിൽ യെല്ലോ കളറിലുള്ള ഇതുപോലെയുള്ള ഫ്ലവർ വരുമ്പോൾ ഈ ഒരു ഫ്ലവറും എടുത്ത് കാണിക്കും, ആഷ് കളറും എടുത്ത് കാണിക്കും കേട്ടോ. അതാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ്റെ ഒരു പ്രത്യേകത. 2 കളറും എടുത്ത് കാണിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇടയിൽ ഓരോ ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ ഞാനൊരു 5 ഫ്ലവർ ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഒറ്റ ഫ്ലവറും കൂടെ ഇവിടെ വരച്ച് കൊടുക്കുന്നുള്ളൂ, അതിനുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ നിറയെ ഫ്ലവർ വരച്ച് കൊടുത്താലും അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. ഇടയിൽ ഇതുപോലെ നമുക്ക് ആ ഒരു ലൈൻസ് കാണും കൂടെ വേണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ ആ ഒരു കളറ് രണ്ടും പുറത്തേക്ക് എടുത്ത് കാണുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ഫ്ലവറിന് ഒന്നും കൂടെ ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വയലറ്റ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമുക്ക് നടുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, കുറച്ചും കൂടെ ഒന്ന് എടുത്ത് കാണിക്കുന്നില്ലേ, ആ ഒരു ആഷ് കളറും എടുത്ത് കാണിക്കുന്നുണ്ട്, യെല്ലോയും എടുത്ത് കാണിക്കുന്നുണ്ട്, ആ ഒരു വയലറ്റും എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ. ഇനി നമുക്കിതിന് ലീഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ലീഫ് ഗ്രീന് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ നോസിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് പൈപ്പിംഗ് ബാഗ് ഒന്ന് വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമുക്കിതുപോലെ ലീഫ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുഞ്ഞു ലീഫാണ് കേട്ടോ, ഇതിൽ ഭംഗി ഉണ്ടാവുള്ളൂ. വലിയ ലീഫൊന്നും ഇതിന് കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള വള്ളിയിലൊക്കെ നമ്മൾ കുഞ്ഞു ലീഫ് കൊടുക്കുമ്പോഴുള്ളൂ കേട്ടോ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. ഇനി ഞാനിതാ ഇതിൻ്റെ ഈ ഒരു നടുക്ക് ഭാഗത്തായിട്ടും അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഓരോ ബീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ കളറിലുള്ള ബീഡ്സാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കേക്ക് ഡെക്കറേഷന്. അപ്പോൾ ഏത് അവസരത്തിലുള്ള കേക്കിനും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെക്കറേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്